നിലവിലേറെ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായി കനത്ത ചൂടും കൂടിയതോടെ കടലിൽ മത്സ്യസമ്പത്ത് കുറഞ്ഞു. ഇതോടെ പുതിയങ്ങാടിയിലെ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾക്കാണ് തൊഴിൽ ഇല്ലാതായിരിക്കുന്നത്. ഏറെ പ്രതിസന്ധികളിലൂടെയാണ് മത്സ്യബന്ധന മേഖല കടന്നുപോകുന്നത്. ചൂടും കൂടിയതോടെ ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമായ പുതിയങ്ങാടി സ്തംഭനാവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ 2000-ഓളം മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത്. തൊഴിൽ ഇല്ലാതായതോടെ പലരും നാട്ടിലേക്ക് മടങ്ങി. ഐസ് ഫാക്ടറി ഉൾപ്പെടെയുള്ള അനുബന്ധ മേഖലയിലും സമാന അവസ്ഥയാണ്. മത്സ്യമേഖലയിൽ ചുരുക്കം തൊഴിലാളികളാണ് നിലവിലുള്ളത്. സീസൺ സമയത്ത് മാത്രമാണ് മത്സ്യബന്ധനം നടക്കുന്നത്. യുവതലമുറ ഈ രംഗത്തേക്ക് കടന്നു വരുന്നില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം പണി ബന്ധായിരുന്നു. നാടിന്ന് ഇങ്ങോട്ട് ഇപ്പം ഡിസംബർ കഴിഞ്ഞിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസം എത്തിയിരിക്കുന്നു. 4 മാസമായിട്ട് പണിയില്ല. ഇനിയിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ അടുത്ത ജൂലൈ, ആഗസ്റ്റ് ആ മാസങ്ങളിലാണ് ഇനി പണി വരും. അല്ല, ചൂട് കൂടിയതും ഇതിന് ഒരു കാരണമാണ്. ഈ സീസൺ ഔട്ട് ചെയ്യാൻ വേണ്ടിക്ക് ചൂട് കൂടുന്നതും ഇതൊരു കാരണമാണ്. കടലിലെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇത് മത്സ്യസമ്പത്ത് കുറയാൻ വേണ്ടിക്ക് ഒരു കാരണമാകുന്നുണ്ട്. രാത്രികാല മത്സ്യബന്ധനം ഒരു കാരണമാവുന്നുണ്ട്. ഇതൊക്കെ മത്സ്യസമ്പത്ത് കടലിൽ നിന്ന് കുറയാൻ വേണ്ടിയിട്ടുള്ളത് കാരണമാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഞങ്ങൾക്ക് ഈ മത്സ്യത്തിൻ്റെ ലഭ്യത കുറവുണ്ടാകുന്നത്. അടുത്ത സീസണിലേക്ക് ആവശ്യമായ മത്സ്യബന്ധന ഉപകരണങ്ങൾ, വലകൾ തുടങ്ങിയവയുടെ അറ്റകുറ്റപ്രവൃത്തികളിലാണ് നിലവിൽ മത്സ്യത്തൊഴിലാളികളുള്ളത്. ചൂടുകൂടിയത് കാരണം ഇത്തവണ നേരത്തെ തന്നെ മത്സ്യലഭ്യതയിൽ കുറവുണ്ടായെന്ന് ഇവർ പറയുന്നുണ്ട്. പുതിയങ്ങാടി മേഖലയിലും മത്സ്യലഭ്യത കുറഞ്ഞതോടെ പുറമേ നിന്ന് എത്തിക്കുകയാണ്. അതിനാൽ തന്നെ കടൽ മത്സ്യങ്ങൾക്ക് വലിയ വിലയുമുണ്ട്. ഇപ്പോൾ പുതിയങ്ങാടി കേന്ദ്രീകരിച്ച് ഹാർബർ വേണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. പ്രതിസന്ധികൾക്ക് ഇനി എന്ന് പരിഹാരമാവുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.